The last digit of the number got on simplifying 1 square plus 2 square plus etc. plus 99 square is dash. അപ്പോൾ 1 square plus 2 square plus etc. plus 99 square ഇതിൻ്റെ വാല്യൂ കാണുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് ആയിരിക്കും. അത് എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കുക, 1 മുതൽ 99 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മാണിത്. അപ്പോൾ ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മ് അല്ലെങ്കിൽ സിഗ്മ n സ്ക്വയർ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടല്ലോ. എന്താണ്? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6 ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ സം കാണാം. അതായത് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 99 സ്ക്വയർ ഈക്വൽ ടു, നോക്കുക, ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് 99 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയറാണ് വേണ്ടത്. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 99 കൊടുക്കുക. 99 ഇൻറ്റു n പ്ലസ് 1 അപ്പോൾ 100 ആവും, ഇൻറ്റു 2n പ്ലസ് 1. 2n എത്രയാണ്? 99 ഗുണം 2 അധികം 1. 99 ഗുണം 2 198. അതിനോട് 1 കൂട്ടിയാൽ 199 ആവും. 199 ബൈ 6 എന്ന് വരും. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനുള്ളത് സിംപ്ലിഫൈ ചെയ്യാം. ഈ 99നെയും 6നെയും 3 കൊണ്ട് ഹരിക്കാവുന്നതാണ്. അപ്പോൾ 99നെ 6 കൊണ്ട് നമുക്ക് വെട്ടിക്കുറയ്ക്കാം. 99നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര വരും? 33 എന്ന് വരും ഇവിടെ. 6നെ 3 കൊണ്ട് ഹരിച്ചാൽ 2. 100നെ 2 കൊണ്ട് ഹരിക്കാമല്ലോ. 100നെ 2 കൊണ്ട് ഹരിച്ചാൽ 50. അപ്പോൾ 33 ഗുണം 50 ഗുണം 199 എന്ന് വരും. ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അതായത് 33 ഗുണം 199 ഗുണം 50നെ 5 ഗുണം 10 എന്ന് എഴുതാം. നോക്കുക, ഈ സംഖ്യ 33 ഗുണം 199 ഗുണം 5 ഇതിൻ്റെ വാല്യൂവിനെ 10 കൊണ്ട് ഗുണിച്ചിരിക്കുകയാണ്. അതായത് ഇത് 10ൻ്റെ മൾട്ടിപ്പിളാണ് ഈ സംഖ്യ. 10ൻ്റെ മൾട്ടിപ്പിളായി വരുന്ന ഒരു സംഖ്യയുടെ ലാസ്റ്റ് ഡിജിറ്റ് അല്ലെ യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് ഏതായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഈ സമ്മിൻ്റെ യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് 0 ആയിരിക്കും. കാരണം ഇത് 10ൻ്റെ മൾട്ടിപ്പിളാണ്. ശരി ഉത്തരം ഓപ്ഷൻ എ 0. The product of two consecutive odd numbers is 2499. What is their sum? അപ്പോൾ തുടർച്ചയായ 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 2499 ആണ്. അങ്ങനെയെങ്കിൽ ആ സംഖ്യകളുടെ തുക എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ തുടർച്ചയായ 2 ഒറ്റ സംഖ്യകൾ, ഉദാഹരണമായിട്ട് 5ഉം 7ഉം. അപ്പോൾ ഇതിനിടയ്ക്ക് 6 എന്നൊരു ഈവൻ നമ്പർ ഉണ്ടാവുമല്ലോ. അപ്പോൾ തുടർച്ചയായ 2 ഒറ്റ സംഖ്യകൾക്കിടയ്ക്ക് ഒരു ഈവൻ നമ്പർ ഉണ്ടാവും. ആ ഈവൻ നമ്പർ നമുക്ക് n എന്നെടുക്കാം. അങ്ങനെയെങ്കിൽ ആ ഒറ്റ സംഖ്യകൾ എങ്ങനെയൊക്കെ ആയിരിക്കും? ഇതിനെ തുടർന്ന് വരുന്ന ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് n പ്ലസ് 1 ആയിരിക്കും. ഇതിന് തൊട്ട് പുറകിലുള്ള ഒറ്റ സംഖ്യ n മൈനസ് 1 ആയിരിക്കും. n നടുക്ക് വരുന്ന ഈവൻ നമ്പർ ആണെങ്കിൽ അതിനോട് 1 കൂട്ടിയാൽ അതിനെ തുടർന്ന് വരുന്ന ഒറ്റ സംഖ്യ കിട്ടും. ഈ എന്നിന് പുറകിലുള്ള ഒറ്റ സംഖ്യ കിട്ടാൻ എന്നിൽ നിന്ന് 1 കുറച്ചാൽ മതി. അപ്പോൾ n മൈനസ് 1ഉം n പ്ലസ് 1ഉം ആണ് ഒറ്റ സംഖ്യകൾ, തുടർച്ചയായ 2 ഒറ്റ സംഖ്യകൾ എന്നെടുക്കുക. അങ്ങനെയെങ്കിൽ അവയുടെ പ്രോഡക്റ്റ് എന്ത് വരും? n മൈനസ് 1 ഇൻറ്റു n പ്ലസ് 1 എന്നാവും. ഇതാണ് 2499. ഇത് a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള രൂപത്തിലാണല്ലോ. a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് എന്നും ബിയുടെ സ്ഥാനത്ത് 1ഉം വന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ, ഈ ഐഡൻറ്റിറ്റി ഇവിടെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇത് n സ്ക്വയർ മൈനസ് 1 എന്നാവും. n സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 2499 എന്ന് വരും. അപ്പോൾ n സ്ക്വയർ ഈക്വൽ ടു, ഈ മൈനസ് 1നെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ മതിയല്ലോ. 2499 പ്ലസ് 1 ആവും. അതായത് 2500 ആവും. n സ്ക്വയർ 2500 ആണെങ്കിൽ n എത്രയാണ്? റൂട്ട് ഓഫ് 2500. 25ൻ്റെ സ്ക്വയർ റൂട്ട് 5 ആണ്. അപ്പോൾ 2500ൻ്റെ സ്ക്വയർ റൂട്ട് 50. അപ്പോൾ സംഖ്യകൾ ഏതൊക്കെ വരും? 50ന് ഇരുപുറവുമുള്ള ഒറ്റ സംഖ്യകൾ, അതായത് 49ഉം 51ഉം ആണ് ആ ഒറ്റ സംഖ്യകൾ. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 100 എന്ന് കിട്ടും. അപ്പോൾ തുക 100 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ സി. What is the maximum possible area for a parallelogram of sides 4 cm and 6 cm?
അപ്പോൾ ഒരു സാമാന്തരികത്തിൻ്റെ രണ്ട് വശങ്ങൾ 4 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും നീളമുള്ളതാണ്. അപ്പോൾ അതിന് കിട്ടാവുന്ന ഏറ്റവും കൂടിയ ഏരിയ എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു പാരലലോഗ്രത്തിന് ഏറ്റവും കൂടിയ ഏരിയ ഉണ്ടാകുന്നത് ഒരു റെക്റ്റാങ്കിൾ ആകുമ്പോഴാണ്. അപ്പോൾ റെക്റ്റാങ്കിൾ വിത്ത് സൈഡ്സ് 4 സെൻറ്റിമീറ്റർ ആൻഡ് 6 സെൻറ്റിമീറ്റർ അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ് ആകുമ്പോൾ നമ്മൾ ലെന്തെന്നും ബ്രെഡ്ത്ത് എന്നുമാണ് പറയുന്നത്. അപ്പോൾ ലെന്ത് 6 സെൻറ്റിമീറ്റർ എന്ന് എടുക്കാം, ബ്രെഡ്ത്ത് 4 സെൻറ്റിമീറ്ററും. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഏരിയ എത്ര വരും? ഏരിയ ഇസ് ഈക്വൽ ടു L ഇൻറ്റു ബി, ദാറ്റ് ഈസ് 6 ഇൻറ്റു 4 24 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഒരു പാരലലോഗ്രത്തിന് ഏറ്റവും കൂടിയ ഏരിയ കിട്ടുന്നത് അതൊരു റെക്റ്റാങ്കിൾ ആകുമ്പോഴാണ്. ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 24 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി, 24 സെൻറ്റിമീറ്റർ സ്ക്വയർ. If the sum of n terms of an arithmetic sequence is given by 2n square plus 3n, what is the nth term? ഇവിടെ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ n പദങ്ങളുടെ സമ്മിനുള്ള എക്സ്പ്രഷൻ നൽകിയിട്ടുണ്ട്. 2n സ്ക്വയർ പ്ലസ് 3n. നമുക്കത് SN കൊണ്ട് ഡിനോട്ട് ചെയ്യാം. SN ഇസ് ഈക്വൽ ടു 2n സ്ക്വയർ പ്ലസ് 3n എന്ന് എഴുതാം. ഇതിലെ nth ടേം അല്ലെങ്കിൽ TN ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേം കാണണം. ഫസ്റ്റ് ടേം കാണാനായിട്ട് S1 കണ്ടാൽ മതി. കാരണം S1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു പദത്തിൻ്റെ സമ്മാണ്, അതായത് ആദ്യത്തെ പദം തന്നെയാണ്. S1 കിട്ടാനായിട്ട് ഇതിനകത്ത് n പകരം 1 കൊടുക്കുക. അതായത് 2 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 1 എന്ന് വരും. ദാറ്റ് ഈസ് 2 പ്ലസ് 3 ആണ്, ഈക്വൽ ടു 5. അതായത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 5 ആണ്. ഇനി SN കിട്ടാനായിട്ട് നമ്മൾ ആദ്യത്തെ n പദങ്ങളുടെ സം കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ് n/2 ഇൻറ്റു SN ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു T1 പ്ലസ് TN. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ ദിസ് ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ എഴുതുക. അതായത് 2n സ്ക്വയർ പ്ലസ് 3n എന്ന് എഴുതുക. ഇതിനകത്ത് T1 നമുക്ക് വാല്യൂ കൊടുക്കാം 5. അതായത് n/2 ഇൻറ്റു 5 പ്ലസ് TN ഈക്വൽ ടു 2n സ്ക്വയർ പ്ലസ് 3n എന്നാവും. നമുക്ക് ഇതിൽ നിന്ന് TN കണ്ടുപിടിക്കാം, nth ടേം. അപ്പോൾ ഈ n/2നെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകണം, 5നെയും കൊണ്ടുപോകണം. നമുക്ക് ആദ്യം n/2നെ കൊണ്ടുപോവുക. അതായത് 5 പ്ലസ് TN ഇസ് ഈക്വൽ ടു, ഇവിടെ രണ്ട് ടേമിൽ n ഉണ്ട്, അതുകൊണ്ട് n കോമൺ എടുക്കാം. അപ്പോൾ n ഇൻറ്റു 2n പ്ലസ് 3 എന്ന് വരും. ഇൻറ്റു ഈ n/2 റൈറ്റ് സൈഡിൽ ചെല്ലുമ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എഴുതണം, അതായത് 2/n എന്ന് എഴുതണം. n ക്യാൻസൽ ചെയ്യുക. അപ്പോൾ 5 പ്ലസ് TN ഈക്വൽ ടു 2 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 4n പ്ലസ് 2 ഇൻറ്റു 3 6 എന്ന് വരും. ഇവിടെ നിന്ന് നമുക്ക് TN എഴുതാമല്ലോ. 5നെ കൂടെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോയാൽ മതി. TN ഇസ് ഈക്വൽ ടു 4n പ്ലസ് 6 മൈനസ് 5 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 4n പ്ലസ് 1. അപ്പോൾ nth ടേം 4n പ്ലസ് 1 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി. വേണമെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചും നമുക്ക് ഉത്തരത്തിലെത്താം. ഏത് രീതിയിൽ ചെയ്താലും ഉത്തരം ഇത് തന്നെ വരുള്ളൂ. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതിനായിട്ട് നമുക്ക് S2 കൂടെ കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് ചെയ്യാനായിട്ട് S2 കണ്ടുപിടിക്കുക. S2 കാണാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് n പകരം 2 കൊടുക്കുക. S2 എന്ന് പറഞ്ഞാൽ ഓർക്കുക A1 പ്ലസ് A2 ആണ്. അത് കിട്ടാനായിട്ട് നമുക്ക് ഇതിനകത്ത് n പകരം 2 കൊടുത്താൽ മതി. അപ്പോൾ 2 ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 2 എന്ന് വരും. അതായത് A1 പ്ലസ് A2 ഈക്വൽ ടു 2 സ്ക്വയർ എത്രയാണ്? 4 ഇൻറ്റു 2 8. 8 പ്ലസ് 6 എന്ന് വരും, അതായത് 14 വരും. A1 നമുക്ക് കിട്ടിയായിരുന്നു 5. A1 മീൻസ് ഫസ്റ്റ് ടേം, അത് 5 ആണ്. അപ്പോൾ A2 എന്ന് പറയുന്നത് 14 മൈനസ് 5 സമം 9 എന്ന് വരും. അപ്പോൾ നമുക്ക് വേണ്ട സീക്വൻസ് 5 9, 5നോട് 4 കൂട്ടിയതാണ് 9. അപ്പോൾ 9 4 13 അങ്ങനെ പോകുന്നു. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് D എന്ന് പറയുന്നത് 4 ആണെന്ന് ഓർക്കുക. ഇവിടെ കിട്ടി 5 4 9 D4. അപ്പോൾ ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസും ഉണ്ടെങ്കിൽ nth ടേം കണ്ടുപിടിക്കാമല്ലോ. nth ടേം കാണാനായിട്ട് നമുക്ക് TN ഈക്വൽ ടു A1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു D. ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. A1 എത്രയാണ്? 5 പ്ലസ് n മൈനസ് 1 ഇൻറ്റു D 4, ഓർ 5 പ്ലസ് 4n മൈനസ് 4 എന്ന് വരും. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴും നമുക്ക് 4n പ്ലസ് 1 എന്നാണ് കിട്ടുക. അപ്പോൾ ഇതിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇതായിരിക്കും എളുപ്പം.
ശരി ഉത്തരം ഓപ്ഷൻ ഡി 4n+1. ദി സം ഓഫ് 5 കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഈസ് 90. വാട്ട് ഈസ് ദി ലാർജസ്റ്റ് നമ്പർ എമംഗ് ദം? തുടർച്ചയായ 5 സംഖ്യകളുടെ തുക 90 അതിലെ വലിയ സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആ സംഖ്യകൾ ഏറ്റവും ചെറിയ സംഖ്യ n എന്നെടുക്കുക. അങ്ങനെയെങ്കിൽ അടുത്ത സംഖ്യകൾ അത് വരും n+1, n+2, n+3 ആൻഡ് n+4. ഇതായിരിക്കും തുടർച്ചയായ 5 സംഖ്യകൾ. അങ്ങനെയെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്ര വരും? നമുക്ക് ആദ്യം n എല്ലാം കൂടെ കൂട്ടാം. 5n ഉണ്ട്. അപ്പോൾ 5n പ്ലസ് ഇനി നമ്പേഴ്സ് കൂട്ടുക. 1, 2, 3, 3, 6, 4, 10. 5n + 10 ആണ് ഇവയുടെ സമ്മ്. അതാണ് നമുക്ക് 90 നൽകിയിരിക്കുന്നത്. അപ്പോൾ 5n എത്രയാണ്? 90 - 10 80 എന്ന് വരും. അപ്പോൾ എന്നോ 80/5. 80നെ 5 കൊണ്ട് ഹരിച്ചാൽ 16. അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ 16 വലിയ സംഖ്യ കിട്ടണം. വലിയ സംഖ്യ കിട്ടാൻ ഈ 16നോടുകൂടി n+4 ആണ്. അപ്പോൾ 16 + 4 = 20 ആയിരിക്കും വലിയ സംഖ്യ. ശരി ഉത്തരം ഓപ്ഷൻ ബി 20.